മതിയോ? വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ എലിക്കുട്ടിയമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. രാവിലെ എലിക്കുട്ടിയമ്മ കാപ്പിയൊക്കെ കുടിച്ചു, മുടിക്കായിട്ട് കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വന്ന് കിടന്ന് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി പ്രാർത്ഥന അയച്ചതിലോട്ട് എലിക്കുട്ടിയമ്മ കടന്നിരിക്കുകയാണ്. പ്രാർത്ഥന അയച്ചത്തിലാണ് എലിക്കുട്ടിയമ്മ രാവിലെ തന്നെ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം, വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിക്കണം, ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഏകദൈവമാത്രയുത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണം, ശുദ്ധമായ പുറത്തൊക്കെ നിന്നാൽ കേൾക്കണ്ടോ? ഭയങ്കര ഒച്ചല്ല ചെല്ലുന്നത്. പുറത്ത് നിന്നാലും നല്ല നന്നായിട്ട് കേൾക്കാം. ഇവിടെ വന്നാലൊക്കെ കേൾക്കാം. കിടക്കാൻ വരാൻ ഞാൻ പറഞ്ഞു എനിക്ക് നേരെയില്ല, ഞാനിവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കസേര ജോമോൻ ഇരിപ്പിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ജോമോനെ പോയി വിളി. ജോമോൻ തന്നെ പറഞ്ഞു കസേര ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, അതിനെ പോയി വിളിക്കാൻ പറഞ്ഞ്. അവൻ പറഞ്ഞു എന്നാത്തിനാന്ന്? ഞാൻ പറഞ്ഞു കിടക്കാൻ. ആ അത് കിടക്കുമല്ല നടക്കൂന്ന്. അതിന് എന്നാത്തിനാന്ന് ആണോ? എന്നാ വിളിച്ചോ അമ്മേ, അമ്മയുടെ കൂടെ കിടക്കാൻ വരുമോന്ന് ചോദിച്ചേ. അതിനാന്നേ ആണുങ്ങളെ അമ്മ കൂടെ കിടത്തുവോ അല്ലേ? എലിക്കുട്ടിയമ്മ എങ്ങനെ ആണുങ്ങളെ കൂടെ കിടത്തുവോ? അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അതൊക്കെ മാറണമെന്നാണ് ഇരിക്കുന്നത് അല്ലേ? ആൺമക്കളൊക്കെ അതൊക്കെ കാണുന്നവർ വേണ്ടാത്തൊക്കെ പറയും. എലിക്കുട്ടമ്മ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചായിരുന്നോ? രാവിലെ അപ്പം കഴിച്ചു, കഞ്ഞി കുടിച്ചു, എല്ലാം കഴിഞ്ഞു, കുളി എല്ലാം കഴിഞ്ഞ് കടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പം പിന്നെ കൂട്ട് കിടക്കാൻ വിളിക്കാൻ വന്നതാണ്. പുറത്ത് ഭയങ്കര ചൂടാണ്, നല്ല വെയില. എവിടെ? അവിടെ ആളുണ്ടല്ലോ. അവിടെ ആളുണ്ട്. വിവാനല്ല, ജോമോനാ. വിവാൻ അവിടെയല്ലേ? വിവാൻ്റെ മുറി അതല്ലേ? അതൊക്കെ അമ്മ മറന്നുപോയോ? ജോമോൻ അവിടെ കിടക്കണേ. കിടപ്പില്ല, അവിടെ നിപ്പുണ്ട്. ഇവിടെ കിടക്കുന്നില്ല ഇപ്പം. മൂളിപ്പാട്ടൊക്കെ ആയിട്ട് ജനലടയ്ക്കാൻ പോകാൻ തോന്നുന്നു. ജനലടയ്ക്കാൻ പോകണോ? മൂളിപ്പാട്ടൊക്കെ പാടി. അതിപ്പോൾ എന്തിനാ അടയ്ക്കണേ? കാറ്റ് കയറട്ടെ. ഇപ്പം അടിച്ചാൽ കാറ്റ് കയറുമോ? കാറ്റ് കയറാൻ വേണ്ടി തുറന്നിട്ടേക്കണമല്ലേ? അടച്ചു കൂടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ പഴയ ഒരു പരിപാടികൾ തന്നെയാണ്. അതൊക്കെ എലിക്കുട്ടിയമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കര ചൂടാപ്പുറത്ത്. തുണിയെല്ലാം അലക്കിയിട്ടുണ്ടല്ലേ? ആരാ തുണിയൊക്കെ അലക്കിയിട്ടേക്കണേ? എവിടെ? ഇവിടെ ആളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ. എവിടെ? ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടോ? ഇവിടെ 2-3 പേരല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പം 4 പേരേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയും മകനും മരുമകളും കൊച്ചുമോനും ഉള്ളൂ, വേറെ ആരും ഇല്ല. എന്നാ മോളുന്നപ്പം? മോളാൻ മാത്രം കാര്യമൊന്നുമില്ലല്ലോ. കുളി കഴിഞ്ഞ് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയെന്നോണല്ലേ? അല്ല ഇന്നലെ പിന്നെ അധികം മഴക്കുണ്ടാക്കാതെ കിടന്നല്ലോ. കുറച്ച് നേരം കുത്തിയിരുന്നിട്ട് പിന്നെ അങ്ങ് കിടക്കുവേ, ഉറങ്ങുക ചെയ്തേ. പിന്നെ അങ്ങനെ വർത്താനൊന്നും പറഞ്ഞ് കേട്ടില്ല. ഭക്ഷണം കഴിപ്പ് കുറവായിരുന്നു. ഇന്നലെ എന്നിട്ട് വൈകിട്ട് വിവാനെ എന്തോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വിവാനോടായിട്ട് വൈകിട്ട് ഉറക്കത്തെ കണ്ട് പറഞ്ഞ കേട്ടായിരുന്നു. അതിൻ്റെ കവറെല്ലാം എന്ത് ചെയ്യുന്നു? അതെല്ലാം അലക്കിയിട്ട് കേട്ടോ. അല്ല അലക്കിയിട്ടിരിക്കുക. മറ്റേ പഴയത് പഴയത് നീളക്കുറവാണല്ലോ അല്ലേ?
ചായ ആ ആ എനിക്കറിയോ അല്ല അമ്മയ്ക്ക് ചായ കുടിക്കാറായോ എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? എനിക്ക് കുടിക്കാറാക്കാം. ആ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ചായ വരും. 10 മിനിറ്റ് കഴിയുമ്പേ ചായ വരും കേട്ടോ. എപ്പോഴാ? 10 മിനിറ്റ് കഴിയുമ്പോ. സമയനായി 3:30. അതാ ഉള്ളേ. ഇവിടെയോ എലിക്കുട്ടിയമ്മയുണ്ട്, ജോമോനുണ്ട്, ജോമോളുണ്ട്. അതിൽക്കൂടി ഉണ്ടോ? പിന്നെ ഞങ്ങൾ 3 പേര് കൂടിയുണ്ട്. പുതിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല. അമ്മ വല്ല സ്വപ്നം കണ്ട പുതിയ ആൾക്കാരൊക്കെ വന്നെന്ന്? പുതിയ ആൾക്കാർ മനസ്സിലായത് കേട്ടോ. ജോമോനാ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു നോട്ടം ഞാൻ പുതിയ ആൾക്കാരൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ അമ്മ വല്ല സ്വപ്നം കണ്ടാണെന്ന് ചോദിച്ചില്ലേ? അപ്പൊ ജോമോനിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, അയ്യോ അത് പുതിയതല്ലെന്ന് അമ്മയുടെ മകൻ ജോമോനാട്ടോ. അത് ഇവിടെ ഉണ്ടായിരുന്നാ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാ. അതാരുടെ മുറി? ആക്കെ വരുന്ന വിളിക്കുന്നുണ്ടോ? ആര് വരാനായി? അതാരുടെ മുറിയാമേ? അതാര് കിടക്കുന്ന മുറിയാ? ആ ഇവിടെ ആരും കണ്ടില്ലല്ലോ. അവിടെ ആരാ കിടന്നോണ്ടിരുന്നേ? ആരാ അവിടെ കിടക്കണേ സാറിന? ഇവിടെ ആരും ഇല്ല. അവിടെ കിടക്കണ ആരാ സാറിന? അവിടെ ആരാ സാറിന കിടക്കണേ? അവിടെ കിടക്കുന്ന ആളുടെ കാര്യം എപ്പോഴും പറഞ്ഞോണ്ടിരുന്നതാണല്ലോ. എനിക്കറിയില്ല. അവിടെ ആരാ കിടക്കണേ? ഇവിടെ ആരും ഇല്ല. ആരും ഇല്ല. അവിടെ ആരാ സാറിന് കിടക്കണ ആരാ? എലിക്കുട്ടിയമ്മ എപ്പോഴും വാതോരാതെ പറഞ്ഞോണ്ടിരുന്ന പേരാ. ആ കുരിശ് വരയ്ക്കുമ്പോഴാണ് കൂടുതൽ പറഞ്ഞോണ്ടിരുന്നത്. ആ പേരൊക്കെ മറവിയിലോട്ട് പോയെന്ന് തോന്നുന്നു. അവിടെ ആരാ കിടക്കുന്നേ? ലൈറ്റ് ഓഫ് ചെയ്ത് തര്. ലൈറ്റ് ഓഫ് ചെയ്ത് തര്. ലൈറ്റ് ഓഫ് ചെയ്ത് തര്. ആ നമ്മുടെ വിവീനയുടെ മുറിയല്ലേ അത്? വിവീനയല്ലേ അവിടെ കിടക്കണേ? വിവീനയല്ലേ അവിടെ കിടക്കുന്നേ? അമ്മ എല്ലാ സ്വിച്ച് ഓഫാണോ നോക്കുവാണ്. വിവീന. ആ ആ അവള് കോളേജിലല്ലേ? അവൾ അവധിക്ക് വരുമ്പോഴല്ലേ കിടക്കുന്നേ? അവളിപ്പോ കോളേജിലല്ലേ? അവധി ദിവസം വരുമ്പോ അവിടെയല്ലേ കിടക്കുന്നേ? ഇവിടെയൊന്നും കിടപ്പില്ല. വേറെ ആരും കിടപ്പില്ല. വിവീനെ കൊച്ചു വന്ന കിടക്കണമെങ്കിൽ അവിടെ. എലിക്കുട്ടിയമ്മ ഒക്കെ മറന്നു പോണു. ആ മനുഷ്യൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ആ മനുഷ്യൻ പറഞ്ഞായിരുന്നു അവിടെ ആരാ കിടക്കണേന്ന്. പിന്നെ ഇനി എന്നോട് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞാലും അത് തന്നെ പറയുള്ളൂ. അല്ല ഇവിടെ വേറെ വല്ലവരും കിടപ്പുണ്ടോ എന്നുള്ള കാര്യം ആണ് ചോദിക്കുന്നത്. കാര്യമില്ല, നമ്മള് 3 പേരേ ഉള്ളൂ. ഇനി ആരെങ്കിലും വേണോ? വേറെ വല്ലവരെയും കൊണ്ടുവരണോ? വേറെ വല്ലവരെയും കൊണ്ടുവരണോ? ആ എന്നാത്തിലല്ലേ ചുമ്മാ അലമ്പുണ്ടാക്കാൻ. അമ്മ പറഞ്ഞ ആൾക്കാർ കൂടി അലമ്പാ. സത്യ സമയം 3. ചായ റെഡിയാവുന്നു. ചായ ഇപ്പൊ തരാന്ന്. ഇവിടെ കസേര ഇരുന്നോളാം. ചായ ഇപ്പൊ തരാന്ന്. ചക്ക ഒരുക്കാൻ കൂടുവോന്ന്? ചക്ക ചക്ക ഒരുക്കാൻ കൂടുവോന്ന്? ചക്ക ചക്ക ആ ആ ചായ കൂടി കഴിയുമ്പോൾ ചക്ക കിട്ടുമെന്ന്. അത് എലിക്കുട്ടിയമ്മ കൂടുമല്ലേ? എലിക്കുട്ടിയമ്മ കൂടിയല്ലേ ചക്ക ഒരുക്കാൻ? ചക്ക ഒരുക്കാൻ എലിക്കുട്ടി ഇല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ അറിയാന്നേ. ആവശ്യമില്ലാത്തൊന്നും അന്വേഷിക്കാൻ പോയിട്ട് കാര്യം. അത് വേണ്ട. ആവശ്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ അന്വേഷിക്കാൻ പോകരുത്. അത് കറക്റ്റാ. ചുമ്മാ വെറുതെ ഏണി പിടിക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത അറിയാൻ മേലാത്ത കാര്യം ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കാൻ പോകരുത്. അഭിപ്രായം പറയാനും പോകരുത്. അന്തവും ബന്ധവും ഇല്ലാതെ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് നേരാ.
ഇവിടെ വന്ന് ഇരുന്നോ, അങ്ങ് പോടാ. ഇനി ചായ കുടിക്കാറായില്ലേ? ഏ, ചായ കുടിക്കാറായി. എൻ്റെ തന്നെ. അതെ, എലിക്കുട്ടിയമ്മയുടെ അത് ഇടുന്നില്ലല്ലോ. എലിക്കുട്ടിയമ്മയുടെ ആന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എലിക്കുട്ടിയമ്മയുടെ ആന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഇടണ്ടേ? എട്ടുകൊണ്ട് നടക്കണ്ടേ? എട്ടുണ്ടോ? ആ, അത് ഇട്ടുകൊണ്ട് കിടന്നാൽ മതി. എട്ടുകൊണ്ട് കിടക്കാനല്ല, നടക്കണം. ഇപ്പം നടന്നപ്പോൾ ഇട്ടില്ലല്ലോ. അത് കിടക്കാറാകുമ്പോൾ ഇട്ടോ. കിടക്കാറാകുമ്പോഴാണോ ചെരിപ്പിടുന്നേ? നടക്കാനല്ല ചെരിപ്പിടുന്നേ. ചെരിപ്പിട്ടുകൊണ്ട് നടക്കുമല്ലേ ചെയ്യുന്നേ, കിടക്കുമല്ലോ. എലിക്കുട്ടിയമ്മ കിടക്കണ കാര്യത്തിലാണ് ചെരിപ്പിടുന്നതാണ് പറയുന്നത്. ഇനി പുറത്തിറങ്ങുമ്പോൾ ചെരിപ്പിട്ടുണ്ടോ ഇറങ്ങണം കേട്ടോ. ആരുടെ ഇവിടെ കിടക്കണവരെ. ഇവിടെ കിടക്കണ ആരാ? ഇവിടെ കിടക്കണ ആരൊക്കെയാ? കിടക്കാനുള്ളവർ പോയി കിടാം. നമുക്ക് ചായ കുടിക്കാറായി. ചായേ, ചായ കുടിക്കാൻ സമയമായി. ചായ ചായ കുടിക്കാൻ സമയമായെന്ന്. ആയെന്ന് അത് അറിയാവുന്നവരുണ്ടെങ്കിട്ടെ പിന്നെ മേടിച്ച് കൊടുത്തോണ്ട്. അത് നമ്മൾ എലിക്കുട്ടിക്ക് വേണ്ടേ ചായ? എലിക്കുട്ടിയമ്മയ്ക്ക് ചായ വേണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്ക് ചായ വേണ്ടേ? അത് കുടിക്കാൻ നേരത്തെ. ആ, കുടിക്കാൻ നേരത്താ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി കുടിക്കാം. ഒരാൾക്ക് മാത്രമല്ലല്ലോ ചായ. അതിൻ്റെ വേദന ചെരിപ്പിട്ട് നടക്കാഞ്ഞിട്ടാന്നേ. എലിക്കുട്ടിയമ്മ ചെരിപ്പിടിയല്ലേ, പിന്നെ എങ്ങനെയാ? എലിക്കുട്ടിയമ്മ ചെരിപ്പിട്ട് നടക്കില്ല, പിന്നെ എങ്ങനെയാന്ന് പറ. വേദനയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചായ കുടിക്കാൻ വിളിക്കാം, നേരത്തെ നൈറ്റ് വന്നാൽ മതി കേട്ടോ. എലിക്കുട്ടിയമ്മ ചായ കുടിക്കാൻ വിളിക്കുന്നു. വാ. ആ, പഴം തീർന്നു. ചായ കുടിക്കാൻ വരാം. ചായ കുടിക്കാൻ. ചായ കുടിക്കാൻ വരാം. ചായ കുടിക്കാൻ വരാം. ആ, ചായ കുടിക്കാൻ. കുട്ടിയമ്മ ചെരിപ്പിടുക, തല കാല് തിരിഞ്ഞു പോയി. ഞാൻ പിന്നെ തിരിച്ച് മാറ്റിയിട്ട് കൊടുത്ത. ഓടി വാ, ചായ എടുത്തു വെച്ച് ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്ക്. ഇവിടുന്ന് പോണോ? പിന്നെ എങ്ങോട്ട് പോകും? ഇവിടുന്ന് പോയാൽ എങ്ങോട്ട് പോകും? വീട്ടിലോട്ട് പോകണം. ഇതല്ലേ വീട്? വീട് വേറെ ഉണ്ട്. ഉണ്ടോ? എലിക്കുട്ടിയമ്മയ്ക്ക് വേറെ വീടുണ്ടോ? എന്നാ ഞങ്ങൾ വരാം കേട്ടോ. നമുക്ക് പോയേക്കാം, ചായ കുടിച്ചേച്ച് പോയേക്കാം കേട്ടോ. എന്നാ ചായ കുടിച്ചോ. ചൂടുണ്ടോന്ന് നോക്കിയേ. ആ പഴം ആദ്യം എടുത്ത് തിന്നെ. ഈ പഴം അത് ഭയങ്കര ചൂടാ. ആ, എന്നാ പഴം ആദ്യം തിന്നോ, അപ്പം ചൂട് കുറഞ്ഞോളൂ. എന്നാ ഇവിടെ അടുത്ത് വീടില്ലേ? ഇത് വീടല്ലേ? ഇതൊരു വീടാ. എലിക്കുട്ടിയമ്മയുടെ വീട്, ഞാറുകുളം ഉതിരക്കട്ടയിലെ അല്ലേ? ആയിരിക്കും. ആ, എന്നാ ഇത് തിന്നെ. ഏത് വീട്ടിൽ പോണോ എലിക്കുട്ടിയമ്മ പറയണേ? എലിക്കുട്ടിയമ്മയ്ക്ക് എവിടെ പോണെന്നാ പറയണേ? അത് തിന്നെ, പേടിച്ചോണ്ടിരിക്കാതെ. ആണ്ടേ, അത് തിന്നെ. തിന്നിട്ട് പോകാനുള്ളതാ. തിന്നിട്ട് നമുക്ക് പോണം. എന്നാ എങ്ങോട്ട് പോകണം? വീട്ടിൽ പോണം. പോണെന്ന് പറഞ്ഞില്ലേ ഇപ്പം? മധുരം ഉണ്ടോ? തിന്ന് കഴിയട്ടെ, എന്നിട്ട് പറയാം. ഉണ്ടെന്ന് പറ. പുളിയാ പുളി. പുളിയോ? ഏത്തപ്പഴത്തിന് പുളിയുണ്ടോ? ഇതൊന്നാ നാടൻ പഴം. അത് കൊള്ളാലോ. മറ്റേ വരവഴാണ് പിന്നെ വിചാരിക്കാം. അതെ, നല്ലതെന്ന് കൊല വെട്ടി മേടിച്ചിട്ടുണ്ടോന്ന്. മധുര നല്ല മധുര. എന്നിട്ടാണ് പുളിയാന്ന് പറഞ്ഞേ. ചുമ്മാ തമാശ പറഞ്ഞു. അങ്ങ് പറയുക. ചുമ്മാ തമാശ പറഞ്ഞല്ലേ എലിക്കുട്ടിയമ്മ പുളിയാന്നല്ലേ? വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ആരാമേ? ആ, ഒരു കുഞ്ഞാവായിരിക്കുന്നല്ലേ? ആ, കൊച്ച ഉറങ്ങുക. ഉറങ്ങുക, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ആരും ശല്യപ്പെടുത്താനില്ല. ഇപ്പം കുഞ്ഞു പിള്ളേരെ ഒന്നും എലിക്കുട്ടിയമ്മയുടെ അടുത്ത് കാണുന്നുമില്ല. എലിക്കുട്ടിയമ്മയ്ക്കാണ് കുഞ്ഞു പിള്ളേരെ ഭയങ്കര കാര്യമാണ്. ഭയങ്കര ചൂടാ. ചൂടാറട്ടെ, ഇപ്പം ആർക്കോളും ചൂടായിട്ട് റെഡി ആയിക്കോളും. നീ നോക്കി, ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഫ്രണ്ടിലെ തലമുടിയുടെ ഭാഗം നോക്കി. ആ സൈഡ് രണ്ടും കറുത്ത് വന്നിരിക്കുന്നുണ്ടോ? ആ, നേരത്തെ അത്ര കറുപ്പ് ഇല്ലായിരുന്നു.
അല്ലേ എന്ന് ശ്രദ്ധിച്ച്. എനിക്കിപ്പോൾ കൂടെ കറുപ്പ് കൂടി പോകുന്ന പോലെ എനിക്ക് തോന്നണേ. നമ്മുടെ ഈ സൈഡ് 2 സൈഡിലും നേരത്തെ ഇല്ലായിരുന്നോ? നേരത്തെ അത്രയും കറുപ്പില്ലാത്ത പോലെ നീലയാമ്പരിയുടെ എണ്ണ വെച്ചിട്ടായിരിക്കും. നീലമ്പരിയാണ് നോക്കണേ. ഇപ്പം തീർന്നു. എന്നാൽ ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. പക്ഷെ ഫ്രണ്ട് മൊത്തം കുറച്ച് കറുപ്പ് വന്നിട്ടുണ്ടെന്നേ. ഫ്രണ്ട് ഭാഗത്ത് മൊത്തം കറുപ്പ് വന്നിട്ടുണ്ട്. തലമുടി അതിനെ കൊണ്ടുവരാം നമുക്ക്. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന്റെ ഉറക്കം കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുവരാം. അത് ഏറ്റിങ് പോരും അല്ലേ? അപ്പൊ അത് ഇവിടുത്തെ ആണോ? എവിടുത്തെ ആയാലും കുഞ്ഞുവാവയല്ലേ? അതിനെ കൊണ്ടുവരാൻ സമ്മത. അതെ, എലിക്കുട്ടമ്മയ്ക്ക് ഒരു കുഞ്ഞുവാവ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഇപ്പോൾ കളിച്ച് പിടിച്ചൊക്കെ ഇരുന്നോണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് ഓടരുത് ചാടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നോണ്ട് തന്നെ. എലിക്കുട്ടിയുടെ ദൈനംദിന കാഴ്ചകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്നത്തെ ഭാഗങ്ങളാണ് അത്. എലിക്കുട്ടിയമ്മയുടെ ദൈനംദിന കാഴ്ചകൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മക്കളോട് പറഞ്ഞത്. മക്കൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല എങ്കിലും നമ്മൾ കാണിക്കുകയാണ് ഓരോ ദിവസത്തെ എലിക്കുട്ടിയമ്മയുടെ മാറ്റങ്ങളും മറിമായങ്ങളും പരിപാടികളുമൊക്കെ. ചൂടുണ്ടോ? കുടിച്ചോ. എന്താ പഴം തിന്നേ? ബാക്കി ഇത് തിന്നേ. ഇതും കൂടെ തിന്നു. ചായ ഇച്ചിരി കുടിച്ചിട്ട് തിന്നാ. എന്നാ ഇതും കൂടെ തിന്ന് തീർക്കാം. പശുവിന് കൊടുക്കട്ടെ തൊലി. പുറത്തെ കാഴ്ച കാണണം. താമസിക്കുന്നവരുടെ പേരെന്നാ? ഇവിടെയോ? ഏലിക്കുട്ടിയമ്മ. ഒന്ന് ജോമോൻ, ഒന്ന് ജോമോൾ. അപ്പൊ എത്ര പേരായി? 3 ആയല്ലേ? ഇനിയിപ്പോ ഒരാളും കൂടെ വരാനുണ്ട്. വിവാൻ, വിവീന. ഇത്രയും പേരാണ് ഇവിടെ താമസിക്കുന്നത്. വൈകിട്ടിരുന്ന് വിവാന്റെ കാര്യം പറയും. ഇപ്പൊ വിവീനയുടെ കാര്യം അങ്ങ് വിട്ടുപോയി. ഇന്നലെ വൈകിട്ട് മിനിയാന്ന് വൈകിട്ടും ഒക്കെ വിവാനോട് കഞ്ഞി കുടിച്ചില്ലേടാ, നീ കിടക്കുന്നില്ലേടാ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. വിവാനാണ് ഇപ്പൊ അമ്മയുടെ അടുത്തിട്ട് ചെല്ലുന്നുമില്ല. ഇല്ല, നിങ്ങളിവിടെ കണ്ടുതരുന്നില്ലേ? അവൻ പോയി കാണുമ്പോ അപ്പൂസി കൊണ്ടുപോകുക ചെയ്യുന്നുണ്ട്. പിന്നെ കഞ്ഞി കുടിക്കാൻ വിളിച്ചോണ്ട് വരുകയും ഇരുത്തുകയും പാത്രം കൊണ്ട് കഴുകി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിവീനയുടെ പേരാണ് അമ്മ ഇപ്പം പറ്റേ അങ്ങ് മറന്നു നിൽക്കുന്നത്. സ്ഥിരം അമ്മയുടെ വായിലുണ്ടായിരുന്ന പേര് വിവീനയായിരുന്നു. അങ്ങനെ ഒന്ന് ചെയ്തേക്കാവോ, ഒന്ന് വിളിച്ചേക്കാവോ എന്ന് ചോദിച്ചാകുമ്പോ എല്ലാം ചെയ്തോണ്ട് വരും. പാത്രം എടുത്ത് കഴുകി വെച്ചേക്കാൻ പറയും. എന്റെ കഴിവൊക്കെ പോയി. അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണ്ടേ? പിന്നെ എല്ലാം ചെയ്ത് പഠിക്കണം, അല്ല കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസത്തെ ചായ കുടിച്ചിട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന പോലെ മക്കളനുസരിക്കാതെ മക്കള് കാര്യങ്ങൾ ഇത് ചെയ്യാതെ വരുന്നതിൻ്റെ കാരണം കാരണവന്മാരാന്ന് പറഞ്ഞ പോലെ കാരണവന്മാരെ പിഴവ് കൊണ്ടാണ് മക്കള് കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞ പോലെ എല്ലാവരും കണ്ടും കേട്ടും പിടിക്കണം. സന്തോഷത്തിൽ മാത്രം പോരല്ലോ, ദുഃഖത്തിലും കൂടെ വേണ്ടേ? സന്താപത്തിലും സന്തോഷത്തിലും രോഗാവസ്ഥയിലും എല്ലാം കൂടെ വേണം. അത് കുടിക്കണം. വേണമെന്നേ, അല്ലെ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. വീട്ടിൽ പോകണ്ടേ? ഇല്ല, അത് കുടിച്ച് തീർക്കും. ഒരു കപ്പ് കൊണ്ട കഴിവ് വെക്കട്ടെ. എനിക്ക് കൊണ്ടുപോയി വേറെ പണിയുണ്ട് എനിക്ക്. അമ്മ വേഗം കഴിച്ചിട്ട് ഇതാ കുടിച്ചു. എലിക്കുട്ടമ്മ തന്നെ കൊണ്ട കപ്പൊക്കെ കഴുകി വെച്ചോണ്ടിരുന്ന. ഇങ്ങനെയാണ് മാറ്റങ്ങൾ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ഒന്ന് പറഞ്ഞായിരുന്നു, ആ പാത്രം ഞാൻ കഴുകി വെക്കിയായിരുന്നു. പാത്രം കഴുകേണ്ട സമയമാകുമ്പോ കഴുകും ഇല്ലേ?
ആ തന്നെ ചെയ്യുമ്പം ചെയ്യട്ടെ, ഇങ്ങനെ അതല്ലേ നല്ലത്. ഇപ്പൊ എലിക്കുട്ടിയമ്മ ശരിക്കും ഒന്നും മറ്റേ ചെയ്യത്തില്ല അമ്മ. നമുക്ക് എങ്ങോട്ടാ പോണേന്ന് പോലും അറിയത്തില്ല. പാത്രം കഴുകേണ്ട സ്ഥലം എവിടെയാന്നറിയില്ല, ടോയ്ലറ്റ് എവിടെയാന്നറിയില്ല. നേരത്തെ എലിക്കുട്ടിയമ്മയ്ക്ക് ആ പ്രസന്റ് മെമ്മറിയുടെ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തെ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ മറന്നു പോവുക. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം എലിക്കുട്ടിയമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേജ് മാറി. ആ മൂത്രത്തിപ്പഴുപ്പ് വന്നതോടുകൂടി എലിക്കുട്ടിയമ്മയ്ക്ക് കുറച്ച് വ്യത്യാസം കൂടുതൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാമല്ലോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്നതും എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് കൃത്യമായിട്ട് ആ പഴയ മെമ്മറിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും അന്നേരപ്പം ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളെ മറന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. നീ എവിടെയാ കിടക്കണം? നേരത്തെ എവിടെ കിടക്കണേന്ന് ചോദിക്കുമായിരുന്നു. അമ്മ ഒന്ന് കണ്ടുപിടിച്ചേ. അതൊക്കെ നേരത്തെ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഒന്ന് പോയി കണ്ടുപിടിക്കേ, അമ്മ എവിടെയാ കിടക്കണം, അമ്മ എവിടെയാ കിടക്കണേന്ന് ഒന്ന് പോയി കണ്ടുപിടിച്ചേ. എലിക്കുട്ടിയമ്മയുടെ മുറിയിലല്ലേ? കണ്ടുപിടിക്കാൻ പറ്റൂന്നേ. അത് ഇവിടെ താമസിക്കുന്നവർക്ക് അവർക്ക് ഇല്ല, അമ്മയുടെ കട്ടില് കാണുമ്പോ അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മയുടെ കട്ടില് ഏതാന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അതൊന്നും അറിയത്തില്ല. അതൊക്കെ അറിയാം. പിന്നെ കള്ളത്തരം ഒന്നും പറയണ്ട, അതൊക്കെ എനിക്കറിയാന്ന്. പെട്ടി കാണുമ്പോ അറിയത്തില്ലേ? അമ്മയുടെ പെട്ടി കാണുമ്പോ അറിയത്തില്ലേ? അതുകൊണ്ടെന്നാല് ആ മുറിയിലാ, ആ പെട്ടിയും കട്ടിലും ഒക്കെ ഉള്ള മുറിയിലാ അമ്മ കിടക്കുന്നത്. അത് വെച്ചൊന്ന് പോയി കണ്ടുപിടിച്ചേ. ഒന്ന് ചെന്ന് കണ്ടുപിടിച്ചേ എലിക്കുട്ടിയമ്മേ. ഇരുന്നിടത്ത് എണീക്കണ കാര്യം പോലും അമ്മയ്ക്ക് ഇപ്പം മറന്നു പോകും. നമ്മള് വിളിച്ചേപ്പിച്ചാ കൊണ്ടുപോകണത്. എല്ലാ ദിവസവും ആ പ്രശ്നങ്ങളില്ല താനും. ചില ദിവസങ്ങളിൽ കയറി ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് സമയാസമയത്ത് ഭക്ഷണം. ഇന്നലെ എന്നാ മടിയായിരുന്നു. ഇന്നലെ മടിയായിരുന്നു. പക്ഷെ അന്നേരം മിനിഞ്ഞാന്ന് വൈകിട്ട് ഉറങ്ങിയില്ലായിരുന്നു. ഉറക്കം കുറവുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് നന്നായിട്ട് ഉറങ്ങിയമ്മ. ഇന്നലെ വൈകിട്ട് 10-10 കുത്തിരുന്നിട്ട് നേരെ ആ ലൈറ്റിൽ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ കിടക്കുക ചെയ്തേ. ഇപ്പൊ അമ്മയ്ക്ക് കൈ കിട്ടണം. കൈ മാറ്റാതെ കൊച്ചിന് അത് കൊണ്ടുപോക്കോ, വേണേ കട്ടിലേലോട്ട് കൊണ്ടുപോക്കോ. അതും കൂടെ കിടന്നോളും. കൊണ്ടുപോയി കിടന്നിക്കോ. ആ ഫോട്ടോ കൊണ്ടുപോക്കോ. ആ ഫോട്ടോയും കൂടെ കൊണ്ടുപോക്കോ അമ്മയുടെ കട്ടിലേലോട്ട്. അമ്മയ്ക്ക് കൂടെ കിടത്താമല്ലോ. അതിനറിയാം. പിന്നെ അതേനെ അമ്മയ്ക്ക് ഇഷ്ടാ പിള്ളേരെ. ഞാൻ പോവാ കേട്ടോ. അമ്മ പോയി കിടന്നു വന്നെങ്കി. ഇതൊക്കെ വെച്ചും പോണേ. അത് അതിന് തിന്നാനുള്ളതാ. ജോമോന് 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 കാണിക്കാൻ എന്നാ അത് ഇത് തിന്നണ്ടേ? ഇത് അത് തിന്നുമല്ലാതെ ആ പിന്നെ എന്നാ കാണിക്കാനാ? അമ്മ പഴത്തൊലിയുടെ കാര്യമാണ് പറഞ്ഞത്. ആ ഇതാണോ? ഇതാണോ എലിക്കുട്ടിയമ്മേ? ഇതിന്റെ കാര്യാണോ? അതൊക്കെ മൃഗത്തിനെ. ആ മൃഗത്തിനാന്ന് അമ്മയ്ക്ക് അറിയാം. ഇത് മനുഷ്യനുള്ളത്. ഇത് അത് മനുഷ്യനാ. ആ ഞാൻ പോവാ. അതിന്റെ തൊലിയൊക്കെ മറ്റുള്ള ബിസ്ക്കറ്റ് കാണുന്നുണ്ടോ? ചായ കുടിച്ചു. ഇനിയിപ്പോൾ ഒന്നും കഴിക്കല്ലേ? ചായ കുടിച്ചല്ലോ, ഇനിയിപ്പോൾ ഒന്നും വേണ്ടല്ലോ ഉടനെ. നമ്മൾ പശുക്കിടാവ് പറമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് വരാം. പശുക്കിടാവ് പറമ്പിൽ നിൽക്കുക. പശുക്കിടാവില്ലേ നമ്മുടെ പൊന്നു പശുക്കിടാവ് പറമ്പിൽ നിൽക്കുക. അതിന് പറമ്പിൽ കൊണ്ട കെട്ടിയിരിക്കുക. ഉള്ള ഉണക്കപ്പുള്ളിയൊക്കെ തിന്നട്ടെന്ന് വെച്ച്. ആ അത് ഉണക്കയാന്നേ. പുല്ലല്ലേ ഉണങ്ങിപ്പോയില്ലേ? മൊത്തം ഉണങ്ങിപ്പോയി. ഉണക്കപ്പുല്ലേ ഉള്ളൂ. എന്നാ അങ്ങനെ തിന്നട്ടെ. ആ അതിന് നേരത്തെ കിട്ടിയേക്കണേ. അപ്പം അതിനെ അഴിച്ചുകൊണ്ട് വന്നേക്കാം. ഇനിയിപ്പം സമയം ഇത്ര ആയില്ലേ? അവളിപ്പോൾ അഴിച്ചുകൊണ്ട് വന്നേക്കാം. എലിക്കുട്ടിയമ്മ ഇവിടെ ഇരിക്കും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ നേരം കുത്തിയിരുന്നു. ഇതിലേക്കൊന്നും ഇറങ്ങി നടന്നു. എലിക്കുട്ടിയമ്മ അപ്പോൾ വന്ന് കടന്ന് പിന്നെ പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥനയിലോട്ട് പോയിരിക്കുകയാണ് പിന്നെയും. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ട്രിപ്പ് പ്രാർത്ഥനയാണ്. ഇന്ന് കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥന കഴിഞ്ഞു. കിടന്നൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞുള്ള പ്രാർത്ഥന സെക്ഷനാണ് എലിക്കുട്ടിയമ്മയുടെ. സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ആ പ്രാർത്ഥനക്കിടയ്ക്ക് എലിക്കുട്ടിയമ്മ ഏറ്റു വന്നിരിക്കുന്നതാണ് കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞോ എന്നറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇടയ്ക്ക് ഏറ്റു വന്ന് ക്ഷീണം, പ്രാർത്ഥന അടച്ചുകൊണ്ട് ചില്ലിൻ്റെ ക്ഷീണമാണ് ഇപ്പോൾ കാണുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് ഏറ്റു വന്നതാണ് ഇപ്പം. പ്രാർത്ഥന കഴിഞ്ഞ് ഏറ്റു വന്നതാന്ന് പറയുകയോ ചെയ്തേ. പ്രാർത്ഥന കഴിഞ്ഞേ ഏറ്റു വന്നതാന്ന് പറയുകയോ ചെയ്തേ. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എണീറ്റ് വന്നതാന്ന് എലിക്കുട്ടിയമ്മ. പ്രാർത്ഥിക്കുമല്ലായിരുന്നോ ഇത്ര നേരം? പ്രാർത്ഥിക്കുമല്ലായിരുന്നോ? പിന്നെ ആ ശ്വാസം പിടിച്ച് പ്രാർത്ഥനയിലിട്ട്
ശ്വാസം വിടുന്ന ഭാഗമാണ് കണ്ടത്. പ്രാർത്ഥന എപ്പം വേണം ചെല്ലാം. അതൊക്കെ ശരിയാ. അത് അവനായിട്ട് ഇഷ്ടം. ആ അതൊന്നും കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിൽ ചെല്ലിക്കും, അതിന് കുഴപ്പമില്ല. ഇതുപോലെ ശ്വാസം പിടിച്ചില്ല, അതൊക്കെ ശരിയാ. പക്ഷേ ഇതുപോലെ സമയൊക്കെ ശ്വാസം പിടിച്ച് ചെല്ലേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ ചക്ക ഒരുക്കാൻ കൂടുന്നുണ്ടോ? ചക്ക ഒരുക്കാൻ കൂടുന്നുണ്ടോന്ന്? ചക്ക ഒരുക്കാൻ. ആ അറിയത്തില്ല, ഉണ്ടായി കൊടുക്കും. ജോമളവിടെ ചക്ക ഒരുക്കുന്നുണ്ട്. എലിക്കുട്ടിയമ്മ കൂടുന്നുണ്ടോന്ന്? എല്ലാം ചക്കക്കാർ. ആ ചക്ക ഒരുക്കാൻ കൂടുന്നുണ്ടോ? ജോമോളെന്നെ അവിടെ ചക്ക ഒരുക്കൊണ്ടിരിക്കുക. അവിടെ ജോമോടെ വീട്ടിലെ പ്ലാവെന്ന് ഞങ്ങൾ ജോമോടെ വീട്ടിലെ പ്ലാവേലെ കാര്യം പറയണ്ട. നമ്മുടെ വീട്ടില് അത് തീർന്നു പോരും. ഇനിയിപ്പോ നമ്മുടെ ഉണ്ടായി വരണ്ടേ? അതൊക്കെ ശരിയാ. അത് മെയ് ജൂൺ മാസത്തിലെ ഇപ്പൊ എന്നാ കുഴപ്പം ചോദിച്ചപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വേനലായതുകൊണ്ട് പൊഴിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകും. ഒരുമിച്ച് മൂത്ത് പഴുത്ത് പോവുകയും ചെയ്യും. അല്ല, ഇടയ്ക്ക് മഴ പെയ്യുവാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഒരുമിച്ച് മൂത്ത് പഴുത്ത് പോവുകയും ചെയ്യും. അതാണ് കുഴപ്പം. ഇതിപ്പം കണ്ടമാനം മൂത്ത് പഴുക്കാറായിരിക്കുന്ന എടുത്തോണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇപ്പൊ കൊടുക്കാനായിട്ട് പിടിച്ചോണ്ട് വന്നതാണ്. അവിടെ അല്ലേ മൂത്ത് പോയി കണ്ടമാനത് കണ്ടില്ലേ? ഇതിന്റെ കളർ കണ്ടോ? കളറ് മാറി. ഒത്തിരി മൂത്ത് പോയാലും പുഴുങ്ങിയാൽ സുഖമില്ല. മൂത്ത പുഴുങ്ങിയ രസമില്ല. ഇടത്തരം മൂപ്പാ നല്ലത് പുഴുക്കുണ്ടാക്കാനായിട്ട്. മേളിന്ന് വീഴുന്നോണ്ട് ചതവും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പൊക്കാലോ. അതിനെ ഈ വരണ്ട് കിടക്കുന്നോണ്ടേ പൊട്ടിപ്പോ വീണ് കഴിയുമ്പോഴത്തേനും. ചക്കയ്ക്ക് തൊലിക്കട്ടിയും കുറവല്ലേ അതിന്. പക്ഷെ നമ്മുടെ പടിഞ്ഞാറത്തെ ചക്കയ്ക്ക് നല്ല തൊലിക്കട്ടിയാ. അമ്മ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ വന്നേനെ. അവിടെ ഇരുന്നപ്പോട്ടെ ഞാൻ വിളിച്ചിട്ട്. അമ്മയ്ക്ക് അത് നേരാത്തോണ്ടാ മനസ്സിലായില്ല. പോയി പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആളാ പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇപ്പോണ്ട് പോയില്ല. എന്താ ചെയ്യണ്ടേ, എങ്ങോട്ടാ പോണേന്നൊന്നും അറിയത്തില്ല ജോമോനെ. അതാ അവിടെ കിടന്നിങ്ങനെ. അല്ല ചില സമയത്ത് അത് ചില ഇതിലുണ്ട്. നമ്മ ഇറക്കി തന്നെ ഒരു കയറുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ആ ഭാഗത്തോട്ട് കയറിപ്പോയി. ചക്ക ഒരുക്കാൻ ചെല്ലുന്നുണ്ടോന്ന്? ചക്ക ഒരുക്കാനേ ചെല്ലുന്നുണ്ടോന്ന്? ആ ചെല്ലുന്നുണ്ടോന്ന്? ആ ഇല്ലേ? അതിനാ സമയം ഒത്തിരി ആയോ? അതുകൊണ്ടാണോ? സമയം ഒത്തിരി ആയാലും നമുക്ക് ഒരുക്കി കഴിക്കണ്ടേ? മറ്റവള് ചെയ്താൽ മതിയല്ലേ? ആ ജോമോള് തന്നെ ഇരുന്ന് ഒരുക്കുക. ജോമോള് തന്നെ ഇരുന്നാ ഒരുക്കുന്ന. ആ മതിയോ? അവളെല്ലാം ചെയ്തോളൂ അല്ലേ? ആ അവളെല്ലാം മെനക്കെടുത്തോളൂ. ആ പൊന്നിയാണ് അവിടെ കിടന്ന കാർന്ന്. വെള്ളമൊക്കെ കൊടുത്തായിരുന്നു. ചക്കമടല് കണ്ടിട്ടായിരിക്കും. അത് ഞാൻ കുറച്ച് കൊടുത്തായിരുന്നു. അപ്പൊ എലിക്കുട്ടിയമ്മ പ്രാർത്ഥന കഴിഞ്ഞ് കറങ്ങി നടന്നത് ഇവിടെ വന്നിരിക്കുന്നു. ഇച്ചിരി ആശ്വാസം തോന്നി. ഇപ്പൊ മൊത്തം എടുത്തിട്ട് പ്രാർത്ഥന ഇട്ട് ശ്വാസം പിടിച്ചാകാനുള്ള പരിപാടിയാ. ഇച്ചിരി തല പൊങ്ങിയപ്പോഴേ പിള്ളേരൊക്കെ എന്തെങ്കിലും രോഗമൊക്കെ വന്ന് ഇച്ചിരി ഭേദമായി തല പൊങ്ങി കഴിയുമ്പോ തുടങ്ങിയാൽ കുസൃതി എന്ന് പറഞ്ഞ പോലെയാണോ എലിക്കുട്ടിയമ്മയുടെ കാര്യം? അത് ഓടി നടക്കുമല്ല, ഓടി നടന്നാ ഇപ്പൊ എന്നെ ഉളിഞ്ഞു നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. അതിപ്പോ ഇവിടെ വന്ന് നോക്കിയായിരുന്നു. ഉളിഞ്ഞു നോക്കിയാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അവസാനം വരെയാ. ആദ്യം മുതൽ അവസാനം വരെ. ഇന്നെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എലിക്കുട്ടിയമ്മ പഴയ പോലെ ആയില്ലേ? നോക്കിയേ കണ്ടോ കണ്ടോ കണ്ടോ. എലിക്കുട്ടി 2-3 ട്രിപ്പ് ഓടി വന്നു. പ്രാർത്ഥനക്കിടയ്ക്ക് ഓടി അലച്ചു കിടന്ന് പ്രാർത്ഥന ശ്വാസം മുട്ടല് പോലെ ഉണ്ടാവും. പറഞ്ഞാ കേക്കട്ടെ. എലിക്കുട്ടിയമ്മ വരുന്ന പിശാചുക്കളൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ എലിക്കുട്ടിയമ്മ? ശക്തമായ പ്രാർത്ഥന. ദേഷ്യം വരുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് വെച്ചാൽ നിൽക്കും, എന്നിട്ട് പിന്നെ പോയി പ്രാർത്ഥിക്കും. അതായിരുന്നു. ഭയങ്കര സൗണ്ടാ നീ, ഭയങ്കര ഒച്ചത്തില്ല, ഭയങ്കര അലറിയായിരുന്നു. ഇപ്പൊ ഇവിടെ നീ ഇവിടെ വർത്താനം പറഞ്ഞ് കേട്ടതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റു വന്നത്, പ്രാർത്ഥനയ്ക്കിടയേറ്റ് വന്നത്. എന്നെ വിളിക്കാൻ വന്നതാണോ കിടക്കാൻ? എന്നെ വിളിക്കാൻ വന്നതാണോ? അതിനാണ് ഒളിഞ്ഞു വന്ന് നോക്കുന്നത്. ഇവിടെ വന്ന് കിടക്കാൻ പറയാൻ, എവിടെ കിടക്കണം, അവിടെ വന്ന് കിടക്കാൻ പറയാനാണ്. പ്രാർത്ഥിക്കല്ലേ? എനിക്ക് തലവേദന എടുക്കണം. ഞാൻ നിശ്ചയം കിടന്ന എന്റെ കിടപ്പുസ്ഥല അവിടെ അല്ലെങ്കിൽ ഇവിടെ. എലിക്കുട്ടിയും പ്രാർത്ഥനയുള്ള സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോരും.
കിടക്കാൻ പോവാം. എന്നാ പോയി കിടന്നോട്ടാ. കൊച്ചു പോയി കിടന്നോ. കിടന്നാലും ഇപ്പൊ പ്രാർത്ഥന അടുത്ത ഘട്ടം തുടങ്ങുള്ളൂ. ദീപ വലിയാണ് കിടന്നത് കേട്ടില്ലേ? പ്രാർത്ഥന ശക്തി കൂടി കൂടി ഒന്നുണ്ട്. ഓർമ്മയില്ലല്ലോ അവരെന്താ ചെയ്യുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. അവർക്ക് വയ്യായികയാണോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നത്. അല്ല പ്രാർത്ഥന നേരത്തെ ചെല്ലുന്നല്ലേ? നേരത്തെ നേരത്തെ ഇത് ഭാഗ്യമ്മല കടന്ന സമയത്തൊക്കെ നന്നായിട്ട് പ്രാർത്ഥന ഇല്ല അതുകൊണ്ട്. അത് അല്ല, ഓർമ്മ പോയ പിന്നെ പ്രാർത്ഥനയായത്. അല്ലാതെ ഒന്നും പ്രാർത്ഥന അത്ര ഇല്ലായിരുന്നു. അത് കുടുംബ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒന്നും പ്രാർത്ഥന ഇല്ലായിരുന്നു. ഇപ്പം ഈ ഒരു കൂടിയാണെന്ന് 3ാമത്തെ 4ാമത്തെ ട്രിപ്പ് പ്രാർത്ഥനയായില്ലേ കുടുംബയിൽ. ഇന്നിപ്പം മടുത്ത് ഇരിക്കുകയാണെ പോയേ.